ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറും തേങ്ങയും ഉള്ളിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും, അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ചോറോ ചൂടുചോറോ ഏതാണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ചോറും തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/2 സബോള, അതുപോലെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ഇടരുത്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഞ്ചി മാത്രമാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ അതിനുള്ള പരുവം ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഒരു പകുതിയോളം വെള്ളവും കൂടെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പരുവം കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഷേപ്പും ഇല്ലാതെ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ കിട്ടുള്ളൂ. ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക, എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് വളരെ ചെറുതാക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തു. അങ്ങനെ ഇളക്കി കൊടുത്തതുകൊണ്ട് എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു, പുറമേ ക്രിസ്പി ആയിട്ടുള്ള അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയും പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.